അടിമാലി ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നു. ടൗണിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഏറി വരുന്ന സാഹചര്യത്തിലാണ് ആവശ്യം. ക്യാമറകൾ സ്ഥാപിച്ചാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാമെന്നതിനോടൊപ്പം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ ലഭിക്കാൻ പോലീസിനും സഹായകമാകുമെന്നാണ് വാദം. അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് നാളിതുവരെ പരിഹാരമുണ്ടായിട്ടില്ല. ടൗണിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഏറിവരുന്ന സാഹചര്യത്തിലാണ് ക്യാമറകൾ സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുന്നത്. ക്യാമറകൾ സ്ഥാപിച്ചാൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കുറയ്ക്കാമെന്നതിനൊപ്പം കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച തെളിവുകൾ ലഭിക്കാൻ പോലീസിനും സഹായകരമാകുമെന്നാണ് വാദം. അടിമാലിയുടെ വളരെ മാന്യമായ നിലയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതുപോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനും സഹായിക്കുന്ന തരത്തിൽ അടിമാലിയിൽ ഒരു സമഗ്രമായ ഒരു വീഡിയോ സർവൈലൻസ് പരിധിയിൽ കൊണ്ടുവരാൻ ഒരു CCTV ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് അത് സാധിക്കണം എന്നുള്ള നിലപാട് മർച്ചൻ്റ് അസോസിയേഷൻ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിനു വേണ്ടിയുള്ള സഹായങ്ങളെല്ലാം ഈ ക്യാമറ പല സ്ഥലത്തായിട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഒരു സന്നദ്ധത ആ കാര്യത്തിൽ ഇടയ്ക്ക് ഉണ്ടാവുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് ആ പ്രവർത്തനങ്ങളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ജനപ്രതിനിധികൾ ഭരിക്കുന്ന അടിമാലി ഗ്രാമപഞ്ചായത്ത് ആ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഹിൽഫോർട്ട് ജംഗ്ഷനിൽ നടന്ന കൊലപാതകവും മന്നാങ്കാലയിൽ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിച്ച് കടന്നവും അടിമാലിയിൽ അടുത്ത ദിവസങ്ങളിൽ നടന്ന കുറ്റകൃത്യങ്ങളാണ്. മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആളിന്റെ പണവും ഫോണും കവർന്നതും അടിമാലി ബസ് സ്റ്റാൻഡിലെ 2 വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നതും സമീപ നാളുകളിലാണ്. കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പോലീസിന് പലപ്പോഴും തുമ്പ് നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങളാണ്. ടൗണിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചാൽ പോലീസിന് വേഗത്തിൽ കുറ്റവാളികളിലേക്ക് എത്തുവാൻ സാധിക്കും. ദേശീയപാതയിൽ നേര്യമംഗലം മുതലുള്ള ഭാഗത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിലും പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല. KS അനുമോദ്, ന്യൂസ് ബ്യൂറോ, അടിമാലി.